ഹായ് ഹലോ എല്ലാവർക്കും ഡ്യൂ ഡിസൈൻസ് ബൈ വിദ്യയിലേക്ക് സ്വാഗതം. ഞാൻ വിദ്യ. ഇന്ന് നമ്മൾ സ്റ്റിച്ചിങ് എന്നല്ല കാണിക്കുന്നത്. ഇന്ന് ചെറിയൊരു വ്ളോഗ് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതെവിടെ പോകുന്നതെന്ന് വെച്ചാൽ ഞാനും നന്ദൂസും കൂടെ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ ഇന്ന് അവിടുത്തെ ഉമാമഹേശ്വരി ക്ഷേത്രത്തിൽ കാവടിയുണ്ട്. അപ്പോൾ ആ കാവടിയിൽ എൻ്റെ മാമൻ്റെ മോനും ഉണ്ട്, മോനും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരത്തെ പോവുകയാണ്. അപ്പോൾ തിരിച്ച് വരുമ്പോഴത്തേക്ക് ചേട്ടൻ്റെ കൂടെ വരാമല്ലോ. അപ്പോൾ അങ്ങനെ ചേട്ടൻ വൈകിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ നമ്മൾ അങ്ങോട്ട് ബസ്സിന് കുറേ നേരം കാത്തു നിന്നു. പക്ഷേ ബസ്സൊന്നും വന്നില്ല. അങ്ങനെ നന്ദുവിന് ക്ഷീണം വന്നപ്പോഴത്തേക്ക് നമ്മൾ പിന്നെ ഓട്ടോയിൽ തന്നെ വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഓട്ടോയിൽ അങ്ങനെ പോവുകയാണ്. ഞാൻ എൻ്റെ വീട്ടിൽ പോയ സമയത്ത് കാശിയും ചാരൂസൊക്കെ ആയിട്ട് കുറച്ച് വീഡിയോസ് എടുത്ത് വെച്ചിരുന്നു. പക്ഷെ അതെൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി. ശേഷം പിന്നെ വൈകിട്ടായപ്പോൾ ചേട്ടൻ വന്നായിരുന്നു. അപ്പോൾ ചേട്ടൻ വന്ന ശേഷം നമ്മൾ വണ്ടിയെടുത്ത് കുറച്ചുകൂടെ മേളിൽ കയറിയിരുന്നു. കാരണം അമ്മയൊക്കെ ഈ കാവടിയുടെ കൂട്ടത്ത് പോകുന്നുണ്ട് അടുത്ത ക്ഷേത്രത്തിലേക്ക്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് അവനെ ഒന്ന് കണ്ട് ഈ കാവടിയെല്ലാം തീരുമ്പോഴത്തേക്ക് തിരിച്ച് ചേട്ടൻ്റെ വീട്ടിൽ തന്നെ വരാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ് അവിടെ. അപ്പോൾ അങ്ങനെ എന്താ ഇവിടെ കുഞ്ഞു കുട്ടികൾ തന്നെ ഹാരമൊക്കെ ഇട്ട് എല്ലാ വർഷവും ഇതേ സമയമാകുമ്പോഴത്തേക്ക് കാവടി ഉള്ളതാണ്. അപ്പോൾ കല്യാണത്തിന് മുമ്പൊക്കെ സ്ഥിരമായിട്ട് കാണാൻ പോകുമായിരുന്നു. കല്യാണത്തിന് ശേഷം മിക്കവാറും പോകാൻ സാധിച്ചില്ല. അതിനുശേഷം കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് വീണ്ടും കാവടി കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇന്ന് വരാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് വെച്ചാൽ മോന് കാവടി എടുക്കുന്നുണ്ട്. അവൻ ഈ പീരിക്കാവടിയാണ് എടുക്കുന്നത്. അപ്പം അങ്ങനെ എടുക്കുന്നത് കൊണ്ടാണ് ഇപ്രാവശ്യം എന്തായാലും വരാമെന്ന് വിചാരിച്ച് അങ്ങനെ പോയത്. മോനുമൊക്കെ ഇത് പോകുന്നുണ്ട്. അതുകൊണ്ട് മാമൻ കൈ കാണിക്കും. ഇപ്പം എൻ്റെ മാമനും മോനും മാമി പിന്നെ എൻ്റെ അച്ഛനും അമ്മയും അമ്മയൊക്കെ പോകുന്നുണ്ട്. കണ്ടോ, മുഖത്തേറ്റ് കാണിച്ചിട്ട് പോയി. അപ്പോൾ അത് കഴിഞ്ഞ് അനിയത്തിയും വാവയും ചാരൂസാണ് കൈയിരിക്കുന്നത്. അച്ഛൻ്റെ കയ്യിൽ കാശി ഇരിക്കുകയാണ്. പിന്നെ അവളും അമ്മയുടെ കൂടെയൊക്കെ അങ്ങ് പോയി.